മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാതെ സേമിയ പായസം കുക്കറിൽ പ്രഥമൻ സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ 3 ലിറ്റർ മിൽമ പാലാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ആദ്യം തന്നെ പാല് മുഴുവനും നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 1 ലിറ്റർ പാലിന് ഏകദേശം 8 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ആ അളവിലാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. പാലും പഞ്ചസാരയും ചേർത്ത് 40 മിനിറ്റോളം കുക്കറിൽ തിളച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ കളറിൽ തന്നെയാണ് ഈ പായസം കിട്ടുന്നത്. ബാംബുവിൻ്റെ വെർമിസിലി അല്ലെങ്കിൽ സേമിയാണ് നമ്മൾ പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ പാല് മുഴുവൻ നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സേമിയ 1 ഇഞ്ച് നീളത്തിൽ മുറിച്ച് മാറ്റി വയ്ക്കാം. 1 ലിറ്റർ പായസത്തിന് ഏകദേശം 1/4 കപ്പ് സേമിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാല് തിളയ്ക്കുന്നത് വരെ അടിക്ക് പിടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാല് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഈ സമയത്ത് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് കുക്കറൊന്ന് അടച്ച് വെക്കണം. ഏകദേശം ഒരു 35 to 40 മിനിറ്റ്സ് ആണ് ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടത്. ഈ കപ്പിലാണ് ഞാൻ സേമിയ അളന്നെടുത്തിരിക്കുന്നത്. ഏകദേശം 1 ലിറ്ററിന് 1/4 കപ്പ് സേമിയ. 1 ലിറ്ററിന് 4 ഏലക്ക എന്ന കണക്കിലാണ് ഞാനിവിടെ ഏലക്ക എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഏലക്കയും ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. കുക്കറിന് വിസിൽ വരാതെ ശ്രദ്ധിക്കണം. കുക്കർ അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേക്കും നമുക്ക് നെയ്യിൽ ഒരൽപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ഉണക്കമുന്തിരി ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ബോളിൻ്റെ പരുവമാകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. ബാക്കി വരുന്ന നെയ്യിൽ ഒടിച്ചു വെച്ചിരിക്കുന്ന സേമിയ നമുക്ക് വറുത്തെടുക്കാം. സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പാല് മിൽക്ക് മെയ്ഡിൻ്റെ കളറിലേക്ക് വന്നിട്ടുണ്ടാകും. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്തുള്ള പൊടിയും കൂടെ ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം. സേമിയ ഇട്ടതിന് ശേഷം ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഗ്യാസ് ഓഫാക്കി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ പാല് തിളച്ച് കുറുകി വരുന്നത് കൊണ്ട് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാതെ തന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച രീതിയിലുള്ള ഒരു ടേസ്റ്റിലാണ് ഈ പായസം നമുക്ക് കിട്ടുന്നത്. ഈ പായസത്തിൻ്റെ കളറും ഫ്ലേവറും തന്നെ ഡിഫറെൻ്റാണ്.